ഇന്നത്തെ ഉണ്ടല്ലോ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയത്. ഒരു തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് 1 കപ്പ് തേങ്ങാപ്പാലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ 3 സവോള ചെറുതായിട്ട് വളരെ കനം കുറച്ചരിഞ്ഞതും, ഒരു 4 പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളകുമാണ് വേണ്ടത്. പാൻ അടുപ്പി വെച്ച് ചിക്കൻ കറിക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായും കൂടി ഇട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂണ്. അത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇതുപോലെ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് നമ്മൾ സവോള ചേർക്കുന്നത്. സവോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഇളക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി സവോള നന്നായിട്ട് വഴറ്റി വരണം. നന്നായിട്ടൊന്ന് വഴന്നു വന്നു കഴിയുമ്പം അതിനകത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവോള നന്നായിട്ട് വഴറ്റും തോറും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ചിക്കൻ കറി വീട്ടിലെ സെയിം ഈ മസാലക്കൂട്ട് തന്നെ ഇട്ട് വെച്ച് സെയിം ടേസ്റ്റ് ആയിരിക്കും എല്ലാ ദിവസവും. ഇതൊന്ന് മാറി ചിന്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരിയും കൂടെ കൂടത്തേ ഉള്ളൂ. പിന്നെ പാകത്തിന് മസാല ചേർക്കണം. പാകത്തിന് മസാല ചേർത്തില്ലെങ്കിൽ മസാലയുടെ ചുവയൊക്കെ നീണ്ടിരിക്കും. ഇത് പാകത്തിലുള്ള മസാല ചേർത്ത് കഴിയുമ്പോൾ ചിക്കൻ കറി സൂപ്പറായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പൊടിയൊക്കെ ചേർക്കാം. പൊടി ചിക്കൻ മസാല ഒരു 3 ടേബിൾ, മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1/2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണ്. ഇത് ഇത്രയും പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കന് അതിനകത്ത് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ലതായിട്ട് ആ ചിക്കൻ ആ മസാലയിലെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നമ്മൾ ആ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തുള്ളായിരുന്നു. ആ സവോള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ, ചിക്കനല്ലേ നന്നായിട്ട് വേകണം, ഒരു 1/2 മണിക്കൂർ വേവിക്കണം. 1/2 മണിക്കൂർ വെന്ത ശേഷം അതൊന്നുകൂടെ തുറന്ന് അതിൽ നന്നായിട്ട് ഒന്നുകൂടെ ഒക്കെ ഇളക്കി കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് കുറച്ച് സമയം കൂടെ അത് വേവിക്കണം. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക.